പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായം 20-ാം തിരുലിഖിതം. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. അവമതി സ്വയം വരുത്തിവെക്കരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിക്കാം. റോമാലേഖനം 9-ാം അധ്യായം 16-ാം തിരുലിഖിതം പഠിപ്പിക്കുന്നു, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെ അടിസ്ഥാനം. ഇന്ന് ഈ വചനം കേൾക്കാൻ വേണ്ടി ഞാനും നിങ്ങൾ ഒരുമിച്ച് കൂടി എന്നതുകൊണ്ട് മാത്രം അനുഗ്രഹം പ്രാപിക്കണം നിർബന്ധമില്ല. വചനം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ വന്നു എന്നതുകൊണ്ട് മാത്രം ദൈവാനുഗ്രഹം ഉണ്ടാകണം നിർബന്ധമില്ല. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെ അടിസ്ഥാനം. ദൈവമേ, ദയ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ എളിമപ്പെട്ട് പ്രാർത്ഥിച്ച അനേകർക്ക് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1-2 വ്യക്തിയുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. മനക്കൊടിയിൽ നിന്ന്, തൃശൂർ മനക്കൊടിയിൽ നിന്ന് ഒരു കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാനും എന്റെ ഭാര്യയും അഭിഷേകാഗ്നി പരിപാടി കാണാറുണ്ട്. ഒരു ദിവസം അച്ഛൻ അഭിഷേകാഗ്നി പരിപാടിയിൽ മൂത്രത്തിൽ കല്ലുള്ളൊരു സഹോദരന് സൗഖ്യം കിട്ടിയതായി എടുത്തു പറഞ്ഞു. ആ സമയത്ത് ഞാനും എന്റെ ഭാര്യയും കൂടി ഞങ്ങളുടെ മകൻ ഫ്രാൻസിസിന്റെ മൂത്രത്തിൽ കല്ല് എന്ന രോഗം മാറുന്നതിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്റെ മകൻ ഫ്രാൻസിസിന് മൂത്രത്തിൽ കല്ല് എന്ന രോഗമേ ഇല്ല എന്ന് ഡോക്ടർ വിധി എഴുതി. ഇതുപോലെ എന്റെ 40 വർഷം പഴക്കമുള്ള തണ്ടലിന്റെ വേദനയും ആരാധനയുടെ സമയത്ത് ഈശോ സുഖപ്പെടുത്തി. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് തണ്ടലിന്റെ വേദന ഉണ്ടായിട്ടില്ല. തൃശ്ശൂരിന്ന് CP ജോൺ സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മറ്റൊരു വ്യക്തിയുടെ അനുഭവം അവർ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എന്റെ പേര് കാർത്യാനി, തൃശൂർ ജില്ലയിലെ പാവർട്ടി ദേശം. എന്റെ ഇടത്തെ കൈയിന്റെ നടുവിരലിൽ ഒരു മുഴയുണ്ടായിരുന്നു. അതിന് വളരെ വേദനയും അനുഭവപ്പെട്ടിരുന്നു. അത് കാരണം നിത്യ ജോലിക്ക് പോകുന്നതിന് എനിക്ക് തടസ്സമായിരുന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ വിധി എഴുതി. ഞാൻ മറ്റൊരു ഡോക്ടറെ കാണാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ഒരു സഹോദരിയെ വഴിയിൽ വെച്ച് പരിചയപ്പെട്ടു. ആ സഹോദരി എന്നോട് പറഞ്ഞു, ഈ രോഗത്തിന് ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഫെബ്രുവരി മാസം 24-ാം തീയതി രാത്രി 8:30 സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഷാലോം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ കൂടി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരോടും ഞാൻ ക്ഷമിച്ച് ഉള്ളുരുകി യേശുവിനെ നാമം വിളിച്ചു. അതിന്റെ ഫലമായി 3-ാം ദിവസമായപ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്ന മുഴ 3/4 ഭാഗവും അപ്രത്യക്ഷമാവുകയും എന്റെ വേദന പരിപൂർണമായി മാറുകയും എനിക്ക് സുഖമായി ജോലിക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. 3-ാം ദിവസം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് 3-ാം ദിവസം ആയപ്പോഴേക്കും അത്ഭുത സൗഖ്യം കൊടുത്ത് ജോലിക്ക് പോകാൻ തക്കവണ്ണം വാതിൽ തുറന്ന കർത്താവ്. ഇന്ന് മകനെ, മകളെ, നീ ആയിരിക്കുന്ന ഞെരുക്കം, നീ ആയിരിക്കുന്ന മനോവേദന, നീ ആയിരിക്കുന്ന വലിയ പീഡകൾ, അവസ്ഥകൾ കർത്താവിലേക്ക് സമർപ്പിക്കാം. 55-ാം സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് താങ്ങിക്കൊള്ളും. 2 കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. കണ്ണുകൾ അടയ്ക്കാം. മകനെ, മകളെ, ഈ നിമിഷം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. 34-ാം സങ്കീർത്തനത്തിൽ 18-ാം തിരുലിഖിതത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നു, ഓ ദൈവമേ, ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. ഒരുപാട് വേദനയോടെ പ്രാർത്ഥിക്കുന്ന മക്കള്, ഒരുപാട് തകർച്ചയുടെ അഗാധങ്ങളിൽ നിന്ന് നിലവിളിക്കുന്ന അങ്ങയുടെ മക്കള്,
ദൈവമേ, എവിടെ പോയാലും ഒരു ശാന്തി ലഭിക്കാതെ മനപ്പീടയിലിരിക്കുന്ന ഓരോ കുടുംബങ്ങളും ഇപ്പോൾ ഏറ്റെടുക്കണമേ അപ്പ. ഓ സ്വർഗീയ പിതാവെ, ഏറ്റെടുക്കണമേ, ഹൃദയങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 56 സങ്കീർത്തനത്തിൽ 8-ാമത്തെ തിരുലിഖിതം, എന്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്. അങ്ങ് എന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഓ കർത്താവേ, അങ്ങ് എന്റെ അലച്ചിലുകളെ അറിയുന്നവനാണ്, എന്റെ അലച്ചിലുകൾ എണ്ണുന്നവനാണ്. ഞാൻ ഏറ്റുപറയുന്നു, അങ്ങ് എന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്നവനാണ്. ഞാൻ ഏറ്റുപറയുന്നു കർത്താവെ, വചനം ഞാൻ വിശ്വസിക്കുന്നു, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ട്. ഇതാ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്റെ തകർന്ന അവസ്ഥയിലേക്ക്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത എന്റെ അവസ്ഥയിലേക്ക്, എനിക്ക് വചനം വിശ്വസിക്കാൻ പറ്റാത്ത എന്റെ അവസ്ഥയിലേക്ക്, എത്ര ശ്രമിച്ചിട്ടും എന്റെ കർത്താവിനെ ആരാധിക്കാൻ പറ്റാത്ത കഠിനമായ മരവിപ്പിലേക്ക് യേശുവേ എഴുന്നള്ളി വരണമേ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന് സ്തുതിക്കുന്നു, യേശുവിന്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കുന്നു. മകനെ, മകളെ, നീ എത്ര വലിയവനായാലും, നീ എത്ര ചെറിയവനായാലും, വിശ്വാസമുള്ളവനായാലും വിശ്വാസം ഇല്ലാത്തവനായാലും, ഇപ്പോൾ നീ എളിമപ്പെട്ട് യേശുവിനെ വിളിക്കുമെങ്കിൽ യേശുവിന്റെ നാമത്തിന്റെ മഹത്വം ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലത്ത് വ്യാപരിക്കും. കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തെ ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ യേശു ക്രിസ്തു ഉന്നത നാമത്തെ അയക്കുന്നു. യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ ഈ കുടുംബങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാരകീയ സേനകളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. ദുരാത്മാക്കളെ, പൈശാചിക പീഡകളെ നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിലെ 1-ാമത്തെ തിരുലിഖിതത്തിൽ ദൈവരാജ്യത്തിന്റെ ഒരു വലിയ രഹസ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഇന്ന് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദുഃഖമുണ്ട്. ആ ദുഃഖം ഇതാണ്, എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് നിറവേറുന്നില്ല? എന്റെ ദൈവം എന്നോട് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റിദ്ധരിക്കരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 30-ാം അധ്യായം 5-ാം വാക്യത്തിൽ വ്യക്തമായി ദൈവമക്കളെ പഠിപ്പിക്കുന്നു, കർത്താവിന്റെ ഓരോ വാക്കും സത്യം എന്ന് തെളിയും. കർത്താവിന്റെ ഓരോ വാക്കും സത്യം എന്ന് തെളിഞ്ഞിരിക്കും. ഹല്ലേലൂയ. കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാകും. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 20-ാം അധ്യായം 20-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, കർത്താവിന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കുക, നിങ്ങൾക്ക് വിജയം കൈവരും. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ദൈവത്തിന്റെ വചനം ദൈവമക്കൾക്ക് കൊടുക്കുന്ന അതിപ്രധാനമായൊരു ദൂതാണ്. ദൈവം പറഞ്ഞ ഓരോ വാക്കും വിശ്വസിക്കണം, ഓരോ വാക്കും നടക്കും. ദൈവത്തിന്റെ പ്രവാചകന്മാർ പറഞ്ഞ വാക്കുകളെ വിശ്വസിക്കണം, അത് നടക്കും. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഞാനൊരു സംഭവം ഓർമ്മിക്കുന്നുണ്ട്. ഒരു നാൾ താമസിച്ചുള്ള ധ്യാനം സജീവൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ വന്ന് സാക്ഷ്യപ്പെടുത്തി, അച്ഛാ, ഒരുപാട് നാളുകളായി ജോലിയില്ലാതെ ഈ കേരളക്കരയിൽ തെക്കോട്ടും വടക്കോട്ടും അലഞ്ഞു നടന്നവനാണ് ഞാൻ. എന്നാൽ ഒരു നാൾ ഈ സജീവൻ ധ്യാന